ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ വിൻഡോസിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് വിൻഡോസും ഉണ്ട്, ഉബുണ്ടും ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഈ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നേരെ ഉബുണ്ടുവിലേക്ക് പോകുന്നത് അത് നമുക്ക് ഒഴിവാക്കി നേരെ വിൻഡോസിലേക്ക് പോകുന്ന രീതിയിൽ ആക്കണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവില്ലേ, അത് ഒഴിവാക്കിയിട്ട് ഡിഫാൾട്ടായിട്ട് നമുക്ക് വിൻഡോസ് 10 ഓപ്പൺ ആവണം. നമുക്ക് ഉബുണ്ടു ആവശ്യത്തിന് മാത്രം എടുക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എൻ്റർ അടിക്കാം. ഇല്ലെങ്കിൽ നേരെ നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ നേരെ ഉബുണ്ടുവിലേക്ക് പോകുന്നത് അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് ഉബുണ്ടു ഓപ്പൺ ആക്കാം, എൻ്റർ അടിക്കാം. ഉബുണ്ടു ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉബുണ്ടു ഓപ്പൺ ആയ ശേഷം ഈ ആപ്ലിക്കേഷൻസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ സിസ്റ്റം ടൂൾസിൻ്റെ അകത്ത് പോവാം. അതിൽ ഇതുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗ്രബ് കസ്റ്റമൈസർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. നമ്മൾ കമ്പ്യൂട്ടർ ഇത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവില്ലേ, ആ പാസ്വേഡ് ഇവിടെ അടിക്കാം, എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ ഗ്രബ് പറഞ്ഞെങ്കിൽ നമ്മൾ വിൻഡോസിൻ്റെയോ ഉബുണ്ടുവിൻ്റെയും ഫസ്റ്റ് ഓപ്പൺ ആകുന്നില്ലേ, അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് ഈ ഗ്രബ് പറയുന്ന സാധനം. ഇപ്പോൾ അതാ ഗ്രബിൻ്റെ ആ കസ്റ്റമൈസിൻ്റെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ട ഇവിടെ ഉബുണ്ടു കാണിക്കുന്നുണ്ട്. ഇത് ഇവിടെ താഴെയാണ് വിൻഡോസ് കാണിക്കുന്നത്. നമുക്ക് ഈടത്തേക്ക് ഉബുണ്ടുവിന് എത്തിക്കണം. അപ്പം നമ്മൾ ഈ കീയിൽ ഇവിടെ കണ്ട ഈ കീ വെച്ചിട്ട് ഇപ്പം ഈ ഉബുണ്ടു 10 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഈ കീ വെച്ചിട്ട് മുകളിലേക്ക് മാറ്റാം. അതിപ്പം ഇതാ ഇവിടെ വന്നില്ലേ, നേരത്തെ ഉബുണ്ടു ഉണ്ടായ സ്ഥലത്ത് വിൻഡോസ് വന്നു. ഇനി എന്താ പറഞ്ഞാൽ ഇവിടെ സേവ് എന്നടിക്കാം. സേവ് അടിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് ലാപ്ടോപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ആക്കാം. റീസ്റ്റാർട്ട് ആക്കാൻ കൂടെ ക്ലിക്ക് ചെയ്യാം. റീസ്റ്റാർട്ട് കൊടുക്കാം. ആയിട്ട് വരുന്ന സമയത്ത് നമ്മളത് കാണിക്കും, എവിടെയാണ് വിൻഡോസോ